മഴ പലയിടത്തും നാശം വിതയ്ക്കുന്നുണ്ട്. ഇടുക്കി മലയോരത്തും മഴ കനത്തു. തിങ്കൾക്കാട് കോളനിക്ക് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇടുക്കിയിൽ മഴ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ മലയോരത്ത് മഴ കനക്കുന്നു എന്നുള്ള വിവരം എന്താണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ? സ്മൃതി പരുത്തിക്കാട്, തീർച്ചയായിട്ടും മഴ ഇന്നലെ മുതൽ ഇടുക്കിയുടെ മലയോര മേഖലയിൽ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എല്ലായിടത്തും തന്നെ ഹൈറേഞ്ച് ലോ റേഞ്ച് എന്ന വ്യത്യാസമില്ലാത്ത തരത്തിൽ തന്നെ മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇന്ന് തിങ്കൾക്കാട് കോളനി കവലയ്ക്ക് സമീപമാണ് മരം റോഡിലേക്ക് കടപുഴകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഉണങ്ങി നിന്നിരുന്ന ഒരു മരമായിരുന്നു ഈ റോഡിലേക്ക് വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നത്. ഈ വാഹനങ്ങൾ, വിനോദസഞ്ചാരികളുടെ 2-3 വാഹനങ്ങൾ അടുപ്പിച്ച് കടന്നുപോയതിന് തൊട്ടുപിറകെയാണ് ഈ മരം കടപുഴകി വീഴുന്നത്. എന്തായിരുന്നാലും വലിയ അപകടമാണ് ഒഴിവായത്. ഈ നാട്ടുകാർ തന്നെ വളരെ പെട്ടെന്ന് ഈ മരം മുറിച്ചു നീക്കി, ഒരു ഭാഗം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇത്തരത്തിൽ മഴ ശക്തമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോഴും ഇടുക്കി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലായിടത്തും തന്നെ തൊടുപുഴ അടക്കമുള്ള മേഖലകളിൽ ലോ റേഞ്ചിലേക്കും ശക്തമായ മഴ തന്നെയാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത് പീരുമേട് താലൂക്കിലാണ്. ഉടുമ്പൻചോലയിലാണ് അല്പം കുറവ് മഴ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ മഴ ശക്തമായി പെയ്യുന്നു. രാത്രികാലത്തും മഴ അതിശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ തോടുകളിലും പുഴകളിലുമൊക്കെ വലിയ രീതിയിൽ പെട്ടെന്ന് നീരൊഴുക്കുണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അത്തരം മുന്നറിയിപ്പുകളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ അണക്കെട്ടുകൾ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഏതാണ്ട് 40% മാത്രമാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പുള്ളത്. അത്തരത്തിൽ തന്നെയാണ് ചെറുകിട അണക്കെട്ടുകളിലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. എന്നിരുന്നാലും മഴ അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മഴ ഇത്തരത്തിൽ തോരാതെ പെയ്യുന്ന സമയങ്ങളിലൊക്കെ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഈ മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ ഭീഷണികളാണ്. എന്തായിരുന്നാലും അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള മുന്നൊരുക്കം മലയോര മേഖലയിൽ എടുത്തിരിക്കുന്നത് ജില്ലാ ഭരണകൂടം. ഏതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചൽ, ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെങ്കിൽ അവിടെയൊക്കെ അടിയന്തരമായ ഇടപെടൽ നടത്തുവാൻ വേണ്ടി ജില്ലാ ഭരണം ഇതിനോടകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയുടെ സാഹചര്യമാണ് ഇപ്പോൾ സന്ദീപ് വിശദീകരിച്ചത്. കോട്ടയത്ത് നേരിയ മഴയുള്ളൂ. ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. സുനിഷ അയലൂർ. സുനിഷ, കോട്ടയത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മഴ കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും സ്മൃതി, കഴിഞ്ഞ ദിവസം രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ നേരിയൊരു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയായിരുന്നു കോട്ടയം ജില്ലയിൽ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ കനക്കുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നതാണ്. ഇടവിട്ട് ശക്തമായ മഴ നിലവിൽ ജില്ലയിൽ ലഭിക്കുന്നുണ്ട് എന്നതാണ്. ഏതായാലും ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത 3 മണിക്കൂറിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഒപ്പം വരുന്ന 5 ദിവസം കൂടി ഇതേ രീതിയിൽ കേരള തീരത്ത് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതുകൊണ്ട് തന്നെ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കൂടി കോട്ടയം ജില്ലയിലും പറയുന്നുണ്ട് എന്നതുമാണ്. കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റും മഴയും ഒക്കെ തന്നെ ജില്ലയിൽ പലയിടത്തും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രധാനമായും പാലാ ഭാഗങ്ങളിലായിരുന്നു. പാലാ, രാമപുരം ഭാഗങ്ങളിൽ ഈ മരം കടപുഴകി വീണടക്കമുള്ള വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാറിന് മുകളിൽ, തൊടുപുഴയിൽ നിന്ന് വരുന്ന കാറിന് മുകളിൽ മരം വീണ വലിയൊരു ബുദ്ധിമുട്ട്, അപകടമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് ഈ വീടുകളിലേക്കും മരം വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ഏതായാലും ഇന്ന് കോട്ടയത്ത് അതിശക്തമായ മഴയില്ലെങ്കിൽ പോലും ഇടവിട്ടുള്ള ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ്. മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഏതായാലും കോട്ടയം ജില്ലയിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ 50 കിലോമീറ്ററിലധികം വേഗതയിൽ വീശടിച്ചേക്കാവുന്ന കാറ്റിനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പല മേഖലകളിലായി നൽകിയിട്ടുമുണ്ട്. സ്മൃതി. ശരി, സുനിഷ അയലൂരാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരും കാസർഗോഡും ഇന്ന് റെഡ് അലേർട്ടാണ്. ജില്ലയിൽ മഴ തുടരുകയാണ്. തുഷാര പ്രമോദ് വിവരങ്ങളുമായി. തുഷാര, കണ്ണൂരിൽ ശക്തമായ മഴയാണോ? റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും എന്താണ് സ്ഥിതി? സ്മൃതി, കണ്ണൂർ റെഡ് അലേർട്ട് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ ശക്തമായ മഴ ജില്ലയിൽ പെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെ വരെയും രാവിലെ വരെയും തന്നെ ശക്തമായ മഴ തന്നെ തുടർന്നിട്ടുണ്ടായിരുന്നു. ഈ മഴ കാരണം പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മഴക്കെടുതിയിൽ പയ്യന്നൂരിലും പുതിയങ്ങാടി ബീച്ച് റോഡിലും 2 വീടുകളുടെ മേൽക്കൂര തകർന്നിട്ടുണ്ടായിരുന്നു. 2 സ്ത്രീകൾ താമസിക്കുന്ന വീടുകളാണ്. തങ്കമണിയുടെയും ശ്രീരഞ്ജനിയുടെയും വീടുകളാണ്. ഓടിട്ട വീടായിരുന്നു. ഈ വീടിൻ്റെ മുകളിലേക്ക്, ഒരു വീടിൻ്റെ മുകളിലേക്ക് തെങ്ങ് വീണാണ്
ഈ മേൽക്കൂര തകർന്നത്. ഈ വീടിന് ചുറ്റും തന്നെ വെള്ളക്കെട്ടും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലയിടങ്ങളിലും മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. കൂത്തുപറമ്പ് മാനന്തവാടി റോഡിൽ വലിയൊരു മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം രാവിലെ അല്പനേരം തടസ്സപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതുപോലെ തന്നെ പലയിടങ്ങളിലും വൈദ്യുതി തടസ്സങ്ങളും നേരിട്ടിട്ടുണ്ട്. രാവിലെ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിലെ മലയോര മേഖലകളിലെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. സ്മൃതി. ശരി, തുഷാർ പ്രമോദാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.